സാറേ ഈ പീരീഡും ക്ലാസ്സില്ലേ? എക്സാം കഴിഞ്ഞില്ല. റൈസാൻ അറിയാലോ, ഞാൻ ഒരു മാത്സ് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും കുട്ടികളെ ബോർഡിൽ എഴുതി പഠിപ്പിക്കണം, തല്ലി പഠിപ്പിക്കണം. ചിലമാരുണ്ട്, അമ്മാരെ ഈ ഡസ്റ്ററിനും ജോക്കിനും എടുത്ത് എറിയണം. ഇപ്പൊ പഴയ പോലെ എഴുതാനും തല്ലാനും എറിയാനും ഒന്നും പറ്റുന്നില്ല സാറേ. വൈകിട്ട് ആകെ ഉണ്ടായിരുന്ന എന്റർടൈൻമെന്റ് ഒരു ബാഡ്മിന്റൺ കളിയായിരുന്നു. അതും ഇപ്പൊ പറ്റുന്നില്ല. ഷോൾഡറിന്റെ ഇവിടെയുള്ള ഒരു മിന്നൽ വേദന എല്ലാത്തിനും ഒരു തടസ്സമാണ് സാറേ. എന്തെങ്കിലും ചെയ്യണം. ഇതാണോ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ പോലത്തെ ഒരു പിടുത്തം, അത് പ്രോപ്പറായിട്ട് എവിടെയാന്ന് പോലും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു കണ്ടീഷൻ. ഇതിന് പറയുന്ന പേരാണ് ഷോൾഡർ ഇഞ്ചുറി. ഷോൾഡർ ജോയിന്റ് എന്നുള്ളത് ഒരു കോംപ്ലക്സ് ജോയിന്റ് ആണ്. കൂടുതൽ മൊബിലിറ്റി ഉള്ള ഒരു ജോയിന്റ് കൂടിയാണ്. പലപ്പോഴും ഓവർ ഹെഡഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്യുമ്പോഴായിരിക്കും ഇത്തരം പെയിനുകൾ അനുഭവപ്പെടും. ഇത്തരം പ്രോബ്ലംസ് പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് ടീച്ചേഴ്സ്, അത്ലറ്റ്സ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ പ്ലേയേഴ്സ് പോലുള്ളവരിലാണ്. കാരണം ഇവരിലാണ് കൂടുതലുമായി ഓവർ ഹെഡഡ് മൂവ്മെന്റ്സ് വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം വരുന്നത് നമുക്ക് നോക്കാം. കൂടുതലായി റൊട്ടേറ്റർ കഫ് മസിൽസ് ഉണ്ടാവുന്ന വീക്ക്നെസ് മൂലമാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ഈ റൊട്ടേറ്റർ കഫ് മസിൽസിന്റെ വീക്ക്നെസ് മൂലം ഓവർ ഹെഡഡ് മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ടെൻഡൻസ് നമ്മുടെ ഒരു ഫ്രിക്ഷൻ അനുഭവപ്പെടും. അതുമൂലമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് മസിൽസിന്റെ ഇംബാലൻസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ടൈറ്റായി നിൽക്കുകയും അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മസിൽസ് വീക്കായി നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് ചെയ്യുന്നത് മൂലം മസിൽസിന്റെ ഇംബാലൻസ് നമുക്ക് മാറ്റിയെടുക്കാനായി സാധിക്കും. ഒരു പ്രോപ്പർ ഫിസിയോതെറാപ്പി സെഷനും കൂടെ ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് റിലീഫിലോട്ട് നമുക്ക് എത്താനായി സാധിക്കും.